ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്, കുറച്ച് വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, ഇത് നമ്മൾ കൊപ്ര ഉണക്കാനിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയാണ്, എന്നാലും നമ്മൾ ഉള്ള തേങ്ങയൊക്കെ പൊളിച്ച് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം അടർത്താറായി, ചിരട്ടിയിൽ നിന്ന് അടർത്താറായി. അപ്പോൾ അച്ഛൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ കുറച്ച് അടർത്തി തരാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ ഇരുന്നിട്ട് അടർത്തുന്നുണ്ട് കേട്ടോ. അപ്പൂ ദേ നമ്മുടെ ജാതിക്കും തെങ്ങിനൊക്കെ വളമിടുകയാണ്. നമ്മുടെ NPKയും അതുപോലെ തന്നെ സമൃദ്ധി എന്ന് പറഞ്ഞിട്ടൊരു വളമുണ്ട്, അതും ജൈവവളം. അപ്പോൾ അത് ഇടുന്നുണ്ട്. അമ്മൂത 10 വെച്ചിട്ട് അച്ഛന് തേങ്ങ അടർത്താൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വളമിടേണ്ട സമയമായി. ഇപ്പോൾ തുലാമാസമായല്ലോ. അപ്പം ഇനി മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വളം അങ്ങനെ അങ്ങോട്ട് ചേർന്നോളും. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെന്താ, നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടാ? ഇപ്പം നല്ല യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ പറഞ്ഞിരിക്കുന്ന സമയമാണല്ലോ. ഈ കൊപ്ര ഒന്ന് കൊടുക്കണ വരെ ഈ വെയിൽ ഇങ്ങനെ തന്നെ നിന്നാൽ മതി എന്നാണ് കേട്ടോ വിചാരിക്കണേ. പക്ഷേ ചടി കിട്ടിയിട്ടാണ്. നല്ല മഴ പെയ്തിട്ട് ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടാണ് കൊപ്ര ഉണക്കണത്. അങ്ങനെ ഇത് കുറച്ച് അച്ഛൻ ചെയ്തു തന്നു. പിന്നെ ഞാൻ വിചാരിച്ചു രാത്രിയൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും കൂടി അടർത്തിയിട്ടാണ്. ഈ അപ്പൂനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൂനെ ഏകദേശം മടുത്തേക്കണു കേട്ടോ അത് ചെയ്തിട്ട്, എന്നാലും അവൻ ചെയ്യാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ റേറ്റ്? ഇപ്പോൾ കിലോന് 475 മറ്റോ അല്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ എത്ര റേറ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്യോ കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ തെങ്ങ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വെട്ടി ഉണക്കിയിട്ട് വെളിച്ചെണ്ണയാക്കി തന്നെ സാധാരണ ചെയ്യാറ്. അല്ലെങ്കിൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ വെട്ടി തൂക്കം കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ വെളിച്ചെണ്ണ മേടിച്ചിട്ട് വരും. പക്ഷെ ഇപ്പോൾ ഇത് മഴക്കാലമായി കാരണം ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ഗ്യാപ്പിട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് തേങ്ങ പൊളിക്കണ ആളെ വെച്ചിട്ട് പൊളിപ്പിച്ചതും കൊപ്രയാക്കി വെളിച്ചെണ്ണയാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ചതി പറ്റിയോന്ന് അറിയില്ല. നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ പുകയ്ക്കാണ് ചെയ്യണത്, എന്താവും അറിയില്ല കേട്ടോ. വെളിച്ചെണ്ണ കിട്ടുമ്പോൾ ബാക്കി വിവരം അറിയും. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ, നമ്മുടെ ഒരു ചാനലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അതിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ കിട്ടിയിട്ട് ഇപ്പോൾ അത് ഇനാക്റ്റീവാണ് കേട്ടോ. അങ്ങനെ ഇപ്പം എന്തോ ബിഗ് ബോസ് നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ ബിഗ് ബോസ്? ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോട്ട്സ്റ്റാർ ഇവിടെ ഒരു 3 മാസത്തേക്ക് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി റീചാർജ് ചെയ്യൊന്നുമില്ല. ആ നേട്ടം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്തതാ ഹോട്ട്സ്റ്റാർ മൂവീസ് കാണാനേ. അപ്പോൾ അതുള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാനിപ്പോൾ ഹോട്ട്സ്റ്റാർ കാണാറുണ്ട്. ബിഗ് ബോസിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ കേട്ടോ. അങ്ങനെ ഇന്ന് ദീപാവലിയും കൂടിയാണ് കേട്ടോ. അപ്പം നമുക്ക് വൈകുന്നേരം വിളക്ക് കത്തിക്കാനൊക്കെ പ്ലാനുണ്ട്. എല്ലാ പ്രാവശ്യം ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഭയങ്കര മഴയാണ്. ഇപ്പോൾ ഈ നിൽക്കണ വെയിലിൽ കാര്യമില്ല, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് കൊപ്ര വെയിലത്തിടാനും പറ്റില്ല. നമ്മൾ അവിടെ തന്നെ നോക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിരാതൊക്കെ ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിളക്കൊളുത്താനുള്ള വിളക്കും ഒക്കെ നമ്മൾ കഴുകി വയ്ക്കുമല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ലോണം മഴ പെയ്ത് തുടങ്ങി. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നല്ല ഇടിവെട്ട് മഴയായിരുന്നു കേട്ടോ ദീപാവലിയുടെ ദിവസം വൈകുന്നേരം. പക്ഷെ ഞാൻ കത്തിച്ച് വെച്ചു. നമ്മൾ വീടിൻ്റെ അവിടെ വെക്കുമ്പോൾ പിന്നെ കെടില്ലല്ലോ. പക്ഷെ മതിലിൻ്റെ അവിടെ വെച്ച 2 കുറേ നേരം മഴയാണെങ്കിൽ ഇരുന്ന് കത്തിയിട്ടാണ്. കാരണം നമ്മൾ കാറ്റ്സ് ക്ലോ വളർത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു തണലിൽ അത് പടർന്ന് പന്തലിച്ചിട്ടൊന്നുമില്ല, എന്നാലും അതിൻ്റെ ഒരു തണലിൽ ഇരുന്നിട്ട് കത്തിയിട്ടുണ്ടായിരുന്നു. ദീപാവലി ആയതുകൊണ്ട് തന്നെ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ 5 തിരി ഇട്ടിട്ടാണ് കത്തിക്കുക. അല്ലെങ്കിൽ സാധാരണ 2 തിരിയാണ് ഇടാറ്. അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് തിരിയിട്ട് കത്തിക്കും. നമ്മൾ വിശേഷ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ 5 തിരിയിട്ട് കത്തിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഒരു സമയം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ ജ്യോതിഷ വാർത്ത ഞാൻ എപ്പോഴും കാണാറുണ്ട്. അതിൽ നമ്മുടെ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ തരും കേട്ടോ. അതൊക്കെ കണ്ടിട്ട് തന്നെ ഒരു കുലസ്ത്രീയാണ് എന്ന് പറയാൻ നിൽക്കരുത്. ഇതൊക്കെ നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ വിളക്ക് കൊളുത്തിയതിന് ശേഷം നമ്മൾ ദീപമൊക്കെ വെച്ച് തുടങ്ങിയിട്ടാണ്. നമ്മൾ വീട്ടിൽ ഫുള്ള്, അതായത് ഒരുവിധം എല്ലായിടത്തും നമ്മൾ ദീപമൊക്കെ തെളിച്ച് വെച്ചു. ഇത് അമ്മൂൻ്റെ പണിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ലവായിട്ട് ചിരാതൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ വീട്ടിൻ്റെ
മുകളിലും വീടിൻ്റെ സൈഡിലും വീടിൻ്റെ ഫ്രണ്ടിലും ഒക്കെ വെച്ചു കേട്ടോ. പിന്നെ 2 തിരി നമ്മൾ ഗേറ്റിൻ്റെ അപ്പുറത്തും വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ കെടാണ്ട് കത്തി എന്ന് പറഞ്ഞത്. നിങ്ങളൊക്കെ ദീപാവലിക്ക് വിളക്ക് വെച്ചു എന്നൊന്ന് കമൻറ്റ് ചെയ്യോട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഇതേ കൊപ്ര അടർത്തണ പണി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ. എല്ലാ അടർത്തലും കഴിഞ്ഞു. ഇനി നാളെ തൊട്ടിട്ട് പീസാക്കിയിട്ട് നമുക്ക് വെയിലത്ത് വെക്കണം. പക്ഷേ വെയിലൊന്നും ഇല്ല. അപ്പോൾ നാളെ തൊട്ടിട്ട് ഓൾറെഡി റെഡ് അലേർട്ടും ഒക്കെ പറഞ്ഞിരിക്കുക. നാളെ അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ പാലക്കാടും മലപ്പുറത്തൊക്കെ ലീവ് കൊടുത്തേക്കുന്നു കേട്ടോ. നമുക്ക് വിശ്വസിച്ചിട്ട് പുറത്ത് കൊണ്ട് വെക്കാൻ പറ്റില്ലേ. നമ്മൾ വെയിൽ കണ്ടിട്ട് വെക്കും, പക്ഷെ അടുത്ത സ്പോട്ടിൽ മഴയും പെയ്യും. അത് പറയാൻ പറ്റില്ല എപ്പോഴാണ് മഴ പെയ്യണത് എന്നുള്ള കാര്യം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊപ്രയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോട്ടാ. ഒരു കാര്യത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനത് പെട്ടെന്ന് ചെയ്യും. അങ്ങനെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതിന് മുന്നേയൊക്കെ ഞാൻ തന്നെയാണ്